ഹലോ ഹായ് കൂട്ടരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി സ്മൂത്തിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി എന്നല്ല ഞാൻ പറയുന്നത്, എനി ടൈം സ്മൂത്തി ഫോർ ഓൾ. ആർക്ക് വേണേലും എപ്പോഴും വേണേലും കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തി. റാഗി, മുത്താറി, പഞ്ഞപ്പുല്ല്, കൂവരക്, കൂരവ് എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്ന ഈ ചെറുധാന്യം നമുക്കെല്ലാം സുപരിചിതമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ കട്ടിയാഹാരം തന്നെ റാഗിയുടെ കുറുക്കാണ് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ തൊലിയെല്ലാം നീക്കം ചെയ്ത് അരിച്ചാണ് കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് ആ തൊലിയോട് കൂടി തന്നെ കഴിക്കാം. ഇത് ഫൈബർ റിച്ച് ആണ്, ധാരാളം പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നു. കൂടാതെ കാൽസ്യം, സിങ്ക്, ഫോസ്ഫറസ്, പൊട്ടാസ്യം, വൈറ്റമിൻ എ തുടങ്ങി നമുക്ക് ആവശ്യമുള്ള ധാരാളം കാര്യങ്ങൾ ഈ റാഗിയിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ റാഗി ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഡയബറ്റിക് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആൾക്കാർക്ക് അരിയേക്കാളും ഗോതമ്പിനേക്കാളും കൂടുതൽ ആശ്രയിക്കാവുന്നതാണ്. റാഗി അയൺ റിച്ച് ആയതുകൊണ്ട് തന്നെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. സർജറി കഴിഞ്ഞവർക്ക് അനീമിക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വെയിറ്റ് ലോസിന് സഹായിക്കുന്നു എന്നത് തന്നെയാണ് ഈ ചെറുധാന്യം ഇത്രയും പോപ്പുലർ ആവാൻ കാരണം. കൂടാതെ റാഗി സ്ഥിരം കഴിക്കുന്നത് മൂലം നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ, നല്ലൊരു തിളക്കമാണ് കിട്ടുന്നത്. കൊളസ്ട്രോളും ഷുഗറും അമിതവണ്ണവും ഒക്കെ കുറച്ച് നമുക്ക് ഉന്മേഷം പകരുന്ന ഒരു ചെറുധാന്യം തന്നെയാണ് റാഗി. തൈറോയിഡൊക്കെ വന്ന് മുടികൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് മുടികൊഴിച്ചിൽ മാറാനും നമ്മുടെ ക്ഷീണമൊക്കെ മാറി ദിവസം മുഴുവൻ ഉന്മേഷമായിട്ടിരിക്കാൻ സാധിക്കും. മിനുസവും ആരോഗ്യവുമുള്ള ചർമ്മവും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഒക്കെ ആഗ്രഹിക്കുന്ന നമുക്ക് തീർച്ചയായിട്ടും റാഗി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അത് ഹെൽത്തി ആയിട്ടും ഒരു ഫ്ലേവർ റിച്ച് ആയിട്ടും നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് 1 സ്പൂൺ ചിയാ സീഡ് എടുക്കുന്നുണ്ട്. അതൊരു പാത്രത്തിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായി മാറ്റി വയ്ക്കുന്നു. നമ്മൾ റാഗി കുക്ക് ചെയ്തെടുക്കുന്ന സമയത്തിനുള്ളിൽ ഇത് കുതിർന്ന് പാകമായി വരും. അതുകൊണ്ടാണ് ആദ്യമേ ചിയാ സീഡ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. ചിയാ സീഡും ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് ഉത്തമമാണ് ചിയാ സീഡ്സ്. ഇതും വെയിറ്റ് ലോസിന് സഹായിക്കും. കൊളസ്ട്രോൾ കുറയാനും BP നോർമലൈസ് ചെയ്യാനും ഇത് ഉത്തമമാണ്. എന്ന് കരുതി ഇതും അധികം കഴിക്കാൻ പാടില്ല. റാഗിയും അതേപോലെ തന്നെ. ഇതെല്ലാം കഴിക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട്. അധികമായാൽ അമൃതവും എന്നല്ലേ. അപ്പോൾ എല്ലാം ലിമിറ്റുണ്ട്. ചിയാ സീഡ്സ് 1 സ്പൂണിൽ കൂടുതലൊന്നും ദിവസവും കഴിക്കാൻ പാടില്ല. റാഗിയും നമ്മൾ ഒരു പരിധി വിട്ട് കൂടുതൽ കഴിക്കാൻ പാടില്ല. ഒരു ലിമിറ്റിന് 1-2 സ്പൂൺ വെച്ച് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ വയറ്റിന് പ്രശ്നമുള്ളവർ, അതായത് ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകുന്ന ഒരു ശീലമുണ്ട്. അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവർ റാഗി തൊലിയോട് കൂടി കഴിക്കുന്നത് നല്ലതല്ല. അവർക്ക് ആ പ്രശ്നം കൂടുകയേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ചിയാ സീഡ്സ് അവിടെ ഇരുന്ന് കുതിരട്ടെ. നമുക്കൊരു കപ്പിലേക്ക് 2 സ്പൂൺ റാഗി എടുക്കാം. ഇത് സ്പ്രൗട്ടഡ് റാഗി ഉണക്കി പൊടിച്ചതാണ്. വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. റാഗി മുളപ്പിച്ച് ഉണക്കി മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ശുദ്ധമായ റാഗി പൊടിയാണിത്. അപ്പോൾ ഇതൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ചൂടുവെള്ളത്തിലൊഴിച്ച് കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. പക്ഷേ ഡയറക്റ്റ് ചൂടുവെള്ളത്തിലിട്ടാൽ കട്ട കെട്ടും. അപ്പോൾ കട്ട കെട്ടാതിരിക്കാനാണ് ആദ്യമേ വെള്ളവുമായിട്ടൊന്ന് യോജിപ്പിച്ച് വയ്ക്കുന്നത്. ഇതിൽ ഞാൻ റാഗിയുടെ സ്കിന്നൊന്നും റിമൂവ് ചെയ്തിട്ടില്ല. ഫൈബർ റിച്ച് ആണ്. ഇത് സ്കിൻ വേണ്ടാത്തവർക്ക് അരിച്ച് ഒരു അരിപ്പയിലൂടെ അരിച്ച് അത് പാല് പോലുള്ള ഭാഗം മാത്രം എടുക്കാവുന്നതാണ്. ഇന്ന് റാഗി തയ്യാറാക്കാൻ ഞാൻ 1 കപ്പ് പാലും 1.5 കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട്. വെള്ളമൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന റാഗി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൈയെടുക്കാതെ ഇളക്കി റാഗി കുക്ക് ചെയ്തെടുക്കണം. ഫ്ലെയിം കൂടിയാൽ അത് കട്ട പിടിച്ചു പോകും. വളരെ സാവകാശം ഇളക്കി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ പാല് ചേർക്കുന്നുണ്ട്. അപ്പോൾ റോ മിൽക്കാണ്. അപ്പോൾ ആ പാല് കൂടെ ഒന്ന് കുക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇതിനോടൊപ്പം ചേർക്കുന്നത്. നിങ്ങൾ കാച്ചി തണുപ്പിച്ച പാലാണെങ്കിൽ ഇങ്ങനെ ചേർക്കണം എന്നില്ല. അവസാനം സ്മൂത്തിയിൽ ചേർത്താൽ മതിയാകും. പാല് വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം.
പാലും നമ്മുടെ ഒരു പോഷണത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ടാണ് പാല് കൂടി ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെന്ത് കുറുകി വരുന്നുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പാല് കൂടി ചേർക്കാം. ഇതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പാലും ബോയിലായി വരട്ടെ. കുറച്ച് നമ്മൾ വെള്ളം കൂടുതലാണല്ലോ, വെള്ളവും പാലും കൂടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ലൂസായിരിക്കുന്നത്. പക്ഷേ റാഗി കുക്കായി വന്നിട്ടുണ്ട്. ഇനി കുക്കായി കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വയ്ക്കാം, തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് ഒരു ക്യാരറ്റും 2 ചെറുപഴവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റും നിങ്ങൾക്കറിയാം വൈറ്റമിൻ എയും വൈറ്റമിൻ സിയാലും ഒക്കെ സമ്പുഷ്ടമാണ്. ഇതെല്ലാം നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ബൂസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, പഴം ഞുറുക്കി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 6 ബദാം, 6 കാഷ്യൂ നട്ട്സ് ഇത് കുതിർത്തെടുത്തിട്ടുണ്ട്, 6 ഡേറ്റ്സ് സീഡ്സ് എല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് ഏലക്കാപ്പൊടി, പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചിയാ സീഡ്സ്. ഇനി ഒരു മിക്സിയുടെ ബൗളിലേക്ക് കാഷ്യൂ നട്ട്സും ബദാമും ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം, ഡേറ്റ്സ്, പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് തണുപ്പിച്ച് റാഗിയിൽ നിന്ന് കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. എങ്കിലേ ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ സാധിക്കുള്ളൂ. ആദ്യമേ പാല് ഫുള്ളായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പാല് എന്ന് വെച്ചാൽ റാഗി കൂടെ ചേർത്ത പാല്, ക്യാരറ്റ്, കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആ മിക്സിലേക്ക് നമ്മൾ കുതിർത്ത് വച്ചിരിക്കുന്ന ചിയാ സീഡ്സ് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള റാഗി സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. നമുക്കത് സെർവിങ് ഗ്ലാസ്സിലേക്ക് പകരാം. അതിലേക്ക് കുറച്ച് ഡേറ്റ്സും കാഷ്യൂസും ഞുറുക്കിയത് വെച്ച് നമുക്ക് ടോപ്പപ്പ് ചെയ്യാം. അത് കാണാനും ഒരു ഭംഗിയുണ്ട്, കുടിക്കുമ്പോൾ കുറച്ച് കടിക്കാനും കിട്ടും. ഇതൊരു ഹെൽത്തി സ്മൂത്തി ആയിട്ട് ചെയ്തത് കൊണ്ടാണ് പഞ്ചസാര ചേർക്കാത്തത്. തേൻ കഴിക്കാവുന്നവർക്ക് കുറച്ച് തേൻ കൂടി ഉപയോഗിക്കാം. അപ്പോൾ ഇത് വെയിറ്റ് ലോസിനെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷേ വെയിറ്റ് ലോസിനൊക്കെ ശ്രമിക്കുന്നവർ ഇതും കുടിച്ച് പിന്നെ ഒരു 5 ഇഡ്ഡലിയും സാമ്പാറും കൂടി കഴിക്കാൻ നിൽക്കരുത്. ബ്രേക്ക്ഫാസ്റ്റിന് ഇത് കഴിക്കുന്നെങ്കിൽ ഇത് മാത്രം 1.5 ഗ്ലാസ് കുടിക്കാം. അപ്പോൾ അതിൽ നിർത്തണം ബ്രേക്ക്ഫാസ്റ്റ്. അതുപോലെ നമ്മളൊരു ചിട്ടയായ പ്ലാൻ ഉണ്ടെങ്കിൽ വെയിറ്റ് ലോസും ഹെൽത്ത് മാനേജ്മെൻറ്റും ഒക്കെ ശരിയാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ഹെൽത്തി സ്മൂത്തി റെസിപ്പീസ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ കാണാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ. നിങ്ങൾക്ക് റെസിപ്പിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. താങ്ക് യു all. Thank you for watching. Stay blessed, stay healthy. Please do support. Thank you.